കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41:10. നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തരും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്നും ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. യോശുവ 1:5-6 വാക്യം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യോശുവ 1:9. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യേ ഉണ്ട്. നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല. അന്ന് ജെറുസലേമിനോട് പറയും: സിയോനെ, ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന യോദ്ധാവും നിന്റെ മധ്യേ ഉണ്ട്. സെഫന്യാ 3:16-17 വാക്യം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം: സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, ഇന്ന് വളരെയേറെ വേദനയോട് വിളിച്ചു ചോദിച്ച ആ കുടുംബങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവേ, കടബാധ്യതയാൽ എന്ത് ചെയ്യണമെന്നറിയാൻ ഒക്കാത്ത സാഹചര്യത്തിൽ കഴിയുന്ന മക്കൾ, ഭവനമില്ലാതെ, സ്വന്തമായി ഭൂമിയും ഭവനവുമില്ലാത്ത മക്കൾ, കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്ന മക്കൾ, അവരെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ കർത്താവ് അവർക്ക് വഴികളായി തുറന്നു കൊടുക്കണേ പച്ച. എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടുന്ന വിശാലത നൽകണമേ കർത്താവേ. എൻ്റെ പൊന്നു പിതാവിൻ്റെ കരങ്ങളിൽ ഇല്ലാത്തതൊന്നും ഈ ഭൂമിയിലില്ലല്ലോപ്പാ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് ഈ മക്കൾക്ക് ആവശ്യമുള്ള എല്ലാം നൽകണമേ പിതാവേ. കർത്താവെ, വിശ്വാസത്തോട് പ്രാർത്ഥന ചോദിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ ശക്തമായ കരം നീട്ടി അനുഗ്രഹിക്കണമേ പിതാവേ. വിശേഷാൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ അപ്പാ. അപ്പൻ്റെ സ്നേഹ ഭണ്ഡാരത്തിൽ നിന്ന് ഈ മക്കൾക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കര ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. വിശേഷാൽ മക്കളില്ലാത്ത ദമ്പതികളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മക്കളില്ലാത്ത വേദന വളരെയേറെ വലുതാണല്ലോ കർത്താവേ. മക്കളില്ലാത്ത ദമ്പതികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും ദൈവമേ, അവരെ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് അപ്പച്ച. അവരെ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഗർഭപാത്രത്തെ അടച്ചു വച്ചിരിക്കുന്ന എല്ലാ ദുരാത്മാവിനെയും ബന്ധിക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ മേൽ കടന്നു ചെന്ന് കർത്താവെ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ഓ ഗ്ലോറി ജീസസ്, താങ്ക് യു ജീസസ്, ഐ ലവ് യു ജീസസ്, ഓ മൈ ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവപ്പാ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രാർത്ഥന ചോദിച്ച എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. അവരെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ധാരാളം ഉണ്ടല്ലോ അപ്പാ. അപ്പൻ കൊടുക്കണമേ കർത്താവേ. അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴും വണ്ണം കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധനെ, ബലവാനെ, ശക്തനായവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പാ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.